കോരിച്ചൊരിയുന്ന മഴ സമ്മാനിക്കുന്ന ഈ വർഷകാലത്ത് മഴ തോർന്ന നേരത്ത് ചുറ്റും മലകളും പുഴകളും തോടും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ നിറഞ്ഞ കൊച്ചു ഗ്രാമമായിട്ടുള്ള വടാട്ടുപാറയുടെ ഭംഗി ഇന്ന് നമുക്കൊന്ന് കണ്ടു വന്നാലോ. എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് നിന്നും ഏകദേശം 16 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമമാണ് കേട്ടോ നമ്മുടെ വടാട്ടുപാറ. പെരിയാറിൻ്റെ വശ്യമനോഹാരിത കൊണ്ട് ആരെയും മോഹിപ്പിക്കുന്ന പ്രകൃതിയുടെ ദൃശ്യവിസ്മയങ്ങളാണ് ശരിക്കും ഇവിടെ നമ്മളെ കാത്തു നിൽക്കുന്നത്. കോതമംഗലത്ത് നിന്നും വടാട്ടുപാറയിലേക്കുള്ള ഈ യാത്രയിൽ നമ്മൾ ആദ്യം എത്തിച്ചേരുന്നത് ഈ കാണുന്ന ഭൂതത്താൻകെട്ട് ഡാമിലേക്കാണ് കേട്ടോ. കൊടും വേനൽക്കാലത്തും വെള്ളം ഒട്ടും വറ്റാതെ നിറഞ്ഞു കിടക്കുന്ന കേരളത്തിലെ ഒരേ ഒരു ഡാമാണ് നമ്മുടെ ഭൂതത്താൻകെട്ട്. ഈ ഡാമിനോട് ചേർന്ന് കുട്ടികൾക്കായി ചെറിയൊരു പാർക്കും ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെന്ന സമയത്ത് ഡാമിലെ 3ഓളം ഷട്ടറുകൾ തുറന്നിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വെള്ളത്തിൻ്റെ ശക്തമായ ഒഴുക്കും കാണാൻ സാധിക്കും. ഏകദേശം 15ഓളം ഷട്ടറുകളാണ് കേട്ടോ നമ്മുടെ ഭൂതത്താൻകെട്ട് ഡാമിനുള്ളത്. ഇവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ വടാട്ടുപാറയിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഈ കാണുന്ന ചെക്ക് പോസ്റ്റും കടന്ന് ഇരുവശവും നിറയെ വലിയ മരങ്ങളാൽ നിറഞ്ഞ മനോഹരമായ ഈ റോഡിലൂടെയാണ് കേട്ടോ നമ്മുടെ യാത്ര. ചുറ്റുപാടും കാടായതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് ബോർഡുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ വഴിയും പിന്നിട്ട് കുറച്ചു ദൂരം എത്തുമ്പോൾ റോഡ് തിരിയുന്ന ഈ ഭാഗത്ത് നമ്മൾ എത്തും. ഇവിടെ നിന്നും വലതുവശത്തു കൂടെയുള്ള റോഡിൽ കൂടെയാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. പോകുന്ന വഴിയിൽ കണ്ടൊരു വലിയ ഗ്രൗണ്ടാണ് കേട്ടോ ഇത്. ഇതിൻ്റെ അപ്പുറം വലിയൊരു കാടാണ്. ഇവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഈ കാണുന്ന വടാട്ടുപാറക്കുന്ന് എന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അരികിൽ നമുക്ക് എത്താം. ഈ പാറക്കെട്ടുകളൊക്കെ കടന്നു വേണം ഇങ്ങോട്ടേക്ക് എത്താൻ കേട്ടോ. ശരിക്കും എത്ര കണ്ടാലും മതി വരാത്ത പ്രകൃതിയുടെ മായ കാഴ്ചകൾ തന്നെയാണല്ലേ ഈ വെള്ളച്ചാട്ടങ്ങൾ. വർഷത്തിൽ വന്യമായും വേനലിൽ വളരെ സൗമ്യമായും ഒഴുകുന്ന നമ്മുടെ പ്രകൃതിയുടെ അനുഗ്രഹങ്ങളിൽ ഒന്ന്. നിറഞ്ഞു കിടക്കുന്ന ഈ പാറക്കെട്ടുകളിലൂടെ മലവെള്ളം പരന്നൊഴുകി താഴേക്ക് പതിക്കുന്ന മനോഹര ദൃശ്യമാണ് കേട്ടോ നമ്മുടെ വടാട്ടുപാറയിലേത്.
പാറയിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളത്തോടൊപ്പം നിരങ്ങി കുത്തിലേക്ക് ചാടി കളിക്കുന്ന ഒരുപാട് കുട്ടികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപകടങ്ങളൊന്നുമില്ലാതെ വളരെ സേഫായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരിടം കൂടെയാണ് കേട്ടോ ഇത്. ഈ വെള്ളം ഇങ്ങനെ പരന്നൊഴുകുന്നത് നോക്കിയിരിക്കാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. കുറച്ച് സമയം വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പോയിന്റ് ആയിട്ടുള്ള വടാട്ടുപാറയിലെ തന്നെ മനോഹരമായൊരു പുഴയോരത്തേക്കാണ് കേട്ടോ പോകുന്നത്. നിരവധി അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളതുകൊണ്ട് ആരും വെള്ളത്തിലേക്കൊന്നും ഇറങ്ങാതിരിക്കുന്നതായിരിക്കും എപ്പോഴും സേഫ്. കാഴ്ചയിൽ വളരെ മനോഹരമാണെങ്കിലും ഇവിടെ വെള്ളത്തിനുള്ളിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ ഒരുപാടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ കണ്ട് ഭംഗി ആസ്വദിച്ചിട്ട് സേഫായി നമുക്ക് തിരിച്ചു പോവാം. ഈ കാണുന്ന പുഴയ്ക്കപ്പുറം കൊടും കാടാണ്. പ്രളയകാലത്ത് ഈ പുഴയുടെ വീതി കുറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ തുരുത്ത് രൂപപ്പെട്ടത്. നമ്മുടെ ശിക്കാരി ശംഭു പോലെയുള്ള സിനിമകളുടെ പ്രധാന ലൊക്കേഷൻ കൂടിയായിരുന്നു കേട്ടോ ഈ സ്ഥലം. മഴക്കാലം തുടങ്ങിയ മീൻ പിടിക്കുന്നതിനായിട്ട് ഇവിടെ ഒരുപാട് സമീപവാസികൾ എത്താറുണ്ട്. ഞങ്ങൾ ചെന്നപ്പോഴും ഉണ്ടായിരുന്നു 1-2 പേര്. വെറുതെ ആണെങ്കിലും ചെറുതായി ഞാനും ഒന്ന് ചൂണ്ടയിടാനായിട്ട് ശ്രമിച്ചു കേട്ടോ. ദൃശ്യ മനോഹാരിത കൊണ്ട് നമ്മെ ഏറെ ആകർഷിക്കുന്ന വടാട്ടുപാറ എന്ന ഈ ഗ്രാമം തീർച്ചയായും എല്ലാവരും സന്ദർശിക്കേണ്ട ഒരിടം തന്നെയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം.